ഹായ് ഗായ്സ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് ഡയമണ്ട് ഹെഡ്. 2023 ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ റെഡിക്ക് മുമ്പുള്ള ഒരു സ്റ്റേജിലുള്ള വർക്കിംഗ് കണ്ടീഷനിലുള്ള മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2027 ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. അപ്പം ഓല ഇന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. 0 to 100 എത്താൻ ജസ്റ്റ് 2 seconds മാത്രം മതി. ഒരു ഡുക്കാറ്റി പനിഗാലി V4-നേക്കാളും ഫാസ്റ്റർ ആയിട്ടുള്ള ആക്സിലറേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്കും ഭീകര പവർ ഡെലിവറി ആയിരിക്കും. വളരെ പവർഫുള്ളായിട്ടുള്ള മോട്ടറാണ്. അതുപോലെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് വളരെ വലിപ്പം കൂടിയ ബാറ്ററി പാക്ക് ആയിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ആക്റ്റീവായിട്ടുള്ള എയറോഡൈനാമിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു നോർമൽ സസ്പെൻഷൻ സെറ്റപ്പ് അല്ല. ഫ്രണ്ടിൽ ഹബ് സെൻറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധാരണ കാണുന്ന സസ്പെൻഷൻ യൂണിറ്റിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ യൂണിറ്റ് സെറ്റപ്പാണ്. അതുപോലെ തന്നെ എഡാസ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ആക്റ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. കൊളീഷൻ വാർണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും റഡാർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന സെറ്റപ്പിലാണ് അത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ ആക്റ്റീവ് എർഗണോമിക്സ്, അഡാപ്റ്റീവ് സസ്പെൻഷൻ സെറ്റപ്പ്, അൾട്രാ ഫാസ്റ്റ് ചാർജിങ്, ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സസ്പെൻഷൻ യൂണിറ്റ് ഫ്രണ്ടിലെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സെറ്റപ്പിൽ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ഷേപ്പിൽ വരുന്ന ഒരു തിമിംഗലം, ഒരു കുതിരയെ പോലെ ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഓവറോൾ എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എസ്തെറ്റിക്സ് നമുക്ക് ഓവറോൾ കാണാൻ പറ്റും. പിന്നെ ഇത് വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ വളരെ വലിപ്പം കൂടിയ ഒരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭീകര വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇതിൻ്റെ ഒരു കണക്ഷൻ സെറ്റപ്പ് കാണിച്ചു തരാം. വലിയൊരു ഡിസ്ക്കാണ് വരുന്നത്. അതുപോലെ ഡ്യുവൽ ചാനൽ ABS ആണ്. 120 സെക്ഷൻ ഫ്രണ്ട് ടയറാണ്. അതുപോലെ കാർബൺ ഫൈബർ യൂണിറ്റാണ് ഫ്രണ്ടിലെ ഫെൻഡർ എന്ന് പറയുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു LED യൂണിറ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത്. പ്രൊഫൈൽ കാണുമ്പോഴും അടിപൊളിയാണ്. ഇവിടെ ഡയമണ്ട് ഹെഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ADV സെറ്റപ്പിലുള്ള ഒരു സിംഗിൾ പീസ് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വളരെ അഗ്രസീവാണ്. റിയർ ടയർ എന്ന് പറയുന്നത് 160 സെക്ഷനാണ്. പുറകിലത്തെ ഫെൻഡറും കാർബൺ ഫൈബർ യൂണിറ്റാണ്. ബാറ്ററി വരുന്നത് ഈ ഒരു സെൻറ്റർ പോർഷനിലാണ്. ഹെവി സൈസാണ്. ചെയിൻ ഡ്രൈവാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. റിയർ മോണോഷോക്ക് നിങ്ങൾക്ക് കാണാം. മോട്ടറും ഇരിക്കുന്നത് കാണാൻ പറ്റും. പുറകിൽ നിന്നൊക്കെ നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിൽ ബാർസ് വന്നിരിക്കുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ സ്വിച്ചസൊക്കെ ഒരു നോർമൽ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബാർ ആൻഡ് മിറേഴ്സും വന്നിട്ടുണ്ട്. നമുക്കിത് ടേൺ ചെയ്യുമ്പം ഈ ഒരു സ്പേസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 2027 ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കുക. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, വളരെ ക്വിക്കായിട്ടുള്ള ഒരു കുറച്ച് ഫീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ ചെയ്ത ഒരു വീഡിയോ ആണ്. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റിയും അതുപോലെ ഇതിൻ്റെ ഒരു പവറിനെ പറ്റിയും ഡിസൈനെ പറ്റിയും സ്പെസിഫിക്കേഷൻസിനെ പറ്റിയും എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വീഡിയോ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ.